പ്രിയമുള്ള കരിയർ കൗൺസിലേഴ്സ് ക്ലബ് മെമ്പേഴ്സ്, അതുപോലെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ പുറത്തുനിന്നുള്ള മറ്റു വിശിഷ്ടരായിട്ടുള്ള മെമ്പേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു 4 മാസത്തോളമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ, അല്ലേ, ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസം മുതൽ ഇതുവരെ ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ 4 മാസമല്ല, ഏതാണ്ട് 6 മാസത്തോളം ആയും തോന്നുന്നു. കൃത്യമായി നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് കൊണ്ടുപോകാൻ സാധിച്ചത് ഒരു വലിയൊരു ദൈവഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ട്രെയിനേഴ്സ് വന്നു. ട്രെയിനേഴ്സിനെ കിട്ടാത്ത ദിവസങ്ങളിൽ ഞാൻ എന്നെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു വലിയൊരു സൗഹൃദ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു. നമ്മുടെ ഇടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായി. ഒരുപാട് പുതിയ നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ കൂട്ടത്തില് ഒരുപാട് അറിവുകൾ എനിക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സൗഹൃദങ്ങളെ വളരെയധികം വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓരോരുത്തരും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അസറ്റുകളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ 25 അവേഴ്സ് കരിയർ കൗൺസിലേഴ്സിനുള്ള മോട്ടിവേഷണൽ പ്രോഗ്രാമിൽ ഓൺലൈൻ സെഷനിൽ 23ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഒരു സെഷനാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ വന്നിരിക്കുന്നത്. ഈ വിഷയം ഇത്രത്തോളം നമുക്ക് താല്പര്യമുള്ള വിഷയമാണ് എന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കാം. എത്ര പേര് ഈ സെഷൻ കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 20 പേരുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു അവേക്കനിങ് ആണ്. കാരണം ജനങ്ങളുടെ അഭിരുചികൾ എങ്ങനെ എത്രത്തോളം മാറുന്നു. നമുക്ക് സാധാരണ കാര്യങ്ങളൊന്നും അറിയാൻ, ജനറൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും ജനങ്ങൾക്ക് താല്പര്യമില്ല. അതിനപ്പുറത്തേക്ക് കൂടുതൽ മനസ്സിനെ അപഗ്രഥിക്കുന്ന അവഗാഹപൂർണമായിട്ടുള്ള വിഷയങ്ങളെ തൊട്ട് തേടിക്കൊണ്ട് പോകുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ അവർക്ക് താല്പര്യം. അപ്പോൾ നല്ല ഒരു സെഷനാക്കി മാറ്റാൻ ഇത് നമുക്ക് ഇന്ന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ട്രെയിനർ അൻവർ സാറാണ്. അൻവർ കൽപ്പകഞ്ചേരി എന്നാണ് സാറ് അറിയപ്പെടുന്നത്. എൻ്റെ സ്വന്തം നാടായ തിരൂരിന്റെ തൊട്ടടുത്തുള്ള കൽപ്പകഞ്ചേരി സ്വദേശിയാണ് അദ്ദേഹം. വളരെയധികം നമ്മൾ ഡോക്ടർ ആസാദ് മൂപ്പന്റെയും ഒക്കെ നാട്ടുകാരനാണ്. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. ഞാൻ അതിന് പരിചയപ്പെടുന്നത് ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഞാൻ അൻവർ സാറിനെ പരിചയപ്പെടുന്നത്. ഇതുപോലെ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കോളേജിൽ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനേഴ്സിനെ അന്വേഷിക്കുമ്പോൾ പുള്ളി അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് വളരെ താല്പര്യപൂർവ്വം മുമ്പോട്ട് വന്നൊരു വ്യക്തിയാണ്. ഞാനൊരു സെഷൻ എടുക്കാമെന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ സെഷൻ എന്ന് തോന്നുന്നു എനിക്ക് ഉച്ചയ്ക്ക് മുമ്പായിരുന്നു വെച്ച് തോന്നുന്നുണ്ട്. നന്നായിട്ട് എല്ലാവരെയും വളരെയധികം കുട്ടികളെ ഇംപ്രസ് ചെയ്യിച്ച് ഹിപ്നോട്ടിസവും മെന്റലിസവും ഒക്കെ കാണിച്ചു കൊടുത്ത് ഓപ്പൺ ആയിട്ട് കുട്ടികളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് മെന്റലിസം ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരെ കയ്യിലെടുത്ത ഒരു വ്യക്തിയാണ്. നിറഞ്ഞ കൈയോട് കൂടിയാണ് അന്ന് സാർ അവിടുന്ന് ആ വേദി വിട്ട് ഇറങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു പുതിയ ഒരാളായതുകൊണ്ട് നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ തുടക്കം കുറിക്കുകയും പക്ഷേ പിന്നെ കത്തിക്കേറി ആ ജനങ്ങളെ ഒന്നാകെ കയ്യിലെടുക്കുകയും ചെയ്ത ഒരു ട്രെയിനറാണ്. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അധികം സംസാരിക്കില്ല. ഞങ്ങൾ 2-3 ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇന്നാണ് ഞാനും സാറും തമ്മിൽ ഒത്തുവന്നത്. നോമ്പെടുത്തതിന്റെ ക്ഷീണവും എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിലാണ് സാർ എന്തായാലും നമ്മൾ ഇത്തവണ സാറിനോട് നോ പറയില്ല എന്നും പറഞ്ഞ് സാർ വന്നത്. വളരെ സന്തോഷമുണ്ട് സാർ താങ്കൾ വന്നതിൽ. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി താങ്കളുടെ ആ ഒരു മാജിക് ഇവിടെയും കൂടി റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. പിന്നെ സാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടിച്ചാടി തടി ഇളകി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അത്യാവശ്യം ആക്ടിവിറ്റികളും തമാശകളും കണ്ടന്റുകളും ഒക്കെ ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ സാറിനെ ഈ ഒരു ചെറിയ ഒരു ചതുരക്കൂട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ്. ചെറിയൊരു സ്ക്രീനിൽ തളച്ചിടേണ്ടി വന്നു. അത് സാർ ഒരു വെല്ലുവിളിയാക്കി ഏറ്റെടുത്തിട്ട് ഉള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് സാർ ഗംഭീരമായിട്ടൊരു സെഷൻ ഞങ്ങൾക്ക് എടുത്തുതരുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ബാക്കി ദ സെഷൻ ഈസ് ഹാൻഡ് ഓവർ ടു യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഇത്രയും വലിയ ഒരു കൂട്ടായ്മയിൽ അംഗമാകാൻ സാധിച്ചതിലും അതുപോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന വൈബ്രാൻഡ് ട്രെയിനേഴ്സിനോട് അല്പസമയെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത നജീം സാറെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്ക് ആകെ 1 മണിക്കൂർ സമയമുള്ളൂ. ഉള്ള സമയം കൊണ്ട് നമുക്ക് എന്തായാലും ഹിപ്നോസിസും മെന്റലിസും പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരും കേട്ടോ. കാരണം ഇത് മറ്റുള്ള പ്രാക്ടിക്കൽ സെഷൻസ് പോലെയല്ല. 2 പേരൊന്ന് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യും. സാൽമൻ സാറിനെ കാണുന്നുണ്ട്. വേറെ ആരെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യോ? ഓക്കെ, ജോബിൻ സാറും 2 പുലികളാണ് മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം മെന്റലിസത്തിൽ നിന്ന് നേരെ ഹിപ്നോസിസിലേക്ക് നമുക്കൊന്ന് യാത്ര പോയാലോ? റെഡി അല്ലേ? ഹിപ്നോസിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 50-50 ചാൻസ് ആണ്. ഇൻഫ്ലുവൻസിങ്ങും അതുപോലെ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ. മാത്യു സാറേ, സാറിനും അതുപോലെ ജോബിൻ സാറിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംഖ്യ ഏതെങ്കിലും ഒരു രണ്ടക്ക നമ്പർ ഒന്ന് പറയാമോ? ഇഷ്ടമുള്ള നമ്പർ. 25. 25 ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 25 ജോബിൻ സാർ പറഞ്ഞു. മാത്യു സാർ എത്രയാ? സാറേ എൻ്റെ കൂടെ അല്ലേ ചോദ്യം? അതെ അതെ അതെ. സോളമൻ മാത്യു. ഓക്കെ, 27 സർ. 27 അല്ലേ? ഓക്കെ. എന്റെ കയ്യില് ഒരു പ്രഡിക്ഷൻ ഉണ്ട് കേട്ടോ. ഞാനത് എന്റെ പോക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എന്റെ ചോദ്യം നമ്മുടെ 27 പറഞ്ഞ മാത്യു സാറിനോടാണ്. മാത്യു സാറെ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട് സർ. ഓക്കെ. ഈ 27 ചേഞ്ച് ചെയ്യണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടോ സാറിന്? ഇറ്റ്സ് യുവർ ചോയ്സ്. 26ലേക്ക് വന്നു. ഓക്കെ. ജോബിൻ സാറേ, ജോബിൻ സാർ 25 ഉറച്ചു നിൽക്കുന്നുണ്ടോ? ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇല്ല, ഞാൻ 25 തന്നെയാണ്. 25 തന്നെയാണ്. ഓക്കെ. മാത്യു സാറ് 27 നിന്ന് 26ലേക്ക് പോയി. സാറ്, ജോബിൻ സാർ അതിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. ഒന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ സാറിന് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇല്ല. ഓക്കെ. ശരി. അപ്പോ സാറിന് 25 എടുക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? 25 എനിക്കൊരു ഇഷ്ടപ്പെട്ട നമ്പർ ആയിരുന്നു അല്ലെ? ഓക്കെ. ആണ്. ഓക്കെ. ശരി. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്, സാറേ ഇവിടെ കുറച്ച് ലിസ്റ്റുകൾ കാണുന്നില്ലേ? ഓക്കെ. സാറ് 25 എല്ലാം ജസ്റ്റ് ഞാൻ സാവധാനം സ്ക്രോൾ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. എല്ലാവരും വായിക്കാൻ പറ്റുന്നവർക്കൊന്ന് വായിച്ചോളൂ. കുറച്ച് 1 to 100 വരെയുള്ള കുറച്ച് സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റ് ആണ് എന്റെ കയ്യിലുള്ളത്. സാറ് 25 അല്ലേ നോട്ട് ചെയ്തത്? അതെ. ഓക്കെ. ആ പേരൊന്നും അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 25. ഹലോ, കേൾക്കാമോ? ഓക്കെ. ബാക്കിയെല്ലാം ഡിഫറെന്റ് അല്ലേ സാറേ? ഹലോ. ഓക്കെ. ഏകദേശം 100 വരെയുണ്ട്. ഓക്കെ. ഇനി ഓക്കെ. അപ്പോ സാറിൻ്റെത് കഴിഞ്ഞിട്ടോ, സാറിന്റെ റോള് കഴിഞ്ഞു. ഇനി നമ്മുടെ മാത്യു സാറേ, ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഇതാണ് എന്റെ കയ്യിലുള്ള പ്രഡിക്ഷൻ കേട്ടോ. മാത്യു സാറിന് വീണ്ടും ഞാൻ ചാൻസും കൂടി തരികയാണ്. ഈ 27 നിന്ന് സാറ് 26ലേക്ക് വന്നു. ഇനി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? ഇല്ല സർ. ഉറപ്പിച്ചു. ഓക്കെ. താങ്ക് യു. ഈ 26 തന്നെ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഇല്ല, ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ഉണ്ടായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഓക്കെ. ശരി. അങ്ങനെയാണെങ്കിൽ സാറിന് ഞാൻ സാറേ ഒന്ന് നോക്കൂ. 26-ല് ഒരുപാട് ഷോപ്പിംഗ് ഐറ്റംസ് അതിൽ കാണുന്നില്ലേ സ്ക്രീനില്? ഓക്കെ. ആപ്പിൾസ്, ഓറഞ്ച് ജ്യൂസ്, മിൽക്ക്, റൈസ്, എഗ്, ഷുഗർ അങ്ങനെ വന്നിട്ട് 100 വരെ ഉണ്ട്. അതിൽ 26 സാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 26. ഓക്കെ. സാർ നേരത്തെ പറഞ്ഞത് 27 ആയിരുന്നു. 27-ഉം 26-ഉം വ്യത്യാസമല്ലേ? തീർച്ചയായും ഉണ്ട് വ്യത്യാസം. ഓക്കെ. താങ്ക് യു. ഇനി
എനിക്കറിയാമായിരുന്നു സാറേ, സാറ് 26 എടുക്കുമെന്ന് അല്ലെങ്കിൽ 27 എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നോ? ഇല്ല. ഷുവർ? ജോബിൻ ഷുവർ. സാറേ, സാർ 25 പറഞ്ഞു. സാർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നോ? ഇല്ലായിരിക്കും. ഇല്ല. ഓക്കെ. സാറ് 1 to 100ന്റെ ഇതില് 25 വന്നത് ഓൾമോസ്റ്റ് സെലിബ്രിറ്റി ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അല്ലെ? ഓക്കെ. അദ്ദേഹത്തെ ഏറ്റവും പറ്റി പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബർഗർ ആണ് മാത്യു സാർ സെലക്ട് ചെയ്തത്, റൈറ്റ്? യെസ് യെസ് സർ. നിങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇല്ല. ഞാൻ ഈ പേപ്പർ ഒന്ന് എടുത്തോട്ടെ. തീർച്ചയായും. ഓക്കെ. ഇതില് ഒരു പേപ്പർ, ഇതിൽ വേറെ പേപ്പർ ഒന്നുമില്ല, ഇത് കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പേപ്പർ എടുത്തോ. ഇത് വേണ്ടല്ലോ, ഇത് ഒഴിവാക്കൂടെ? യെസ് യെസ് സർ. പ്രഡിക്ഷൻ ചെയ്ത പേപ്പറാണ്. ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഓ eating. സൂപ്പർ. ഗ്രേറ്റ് സർ. ഓക്കെ, കാണില്ലേ? ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ് സർ. സൂപ്പർ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ മെന്റലിസത്തിലൂടെയാണ് കടന്നു പോയത്. ഇനി കുറച്ച് ഹിപ്നോസിസിന്റെ കുറച്ച് കാര്യങ്ങൾ. ഇതില് ഒത്തിരി ആളുകൾക്ക് ഹിപ്നോസിനെ പറ്റി അറിയുന്നവരാണ് എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എന്താണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ. നമ്മൾ കരിയർ കൗൺസിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓഡിയൻസിനെ കിട്ടും, 100 200 വരുന്ന ഓഡിയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കയ്യിലെടുക്കാൻ പറ്റിയ 2 സൂപ്പർ ടൂളാണ് മെന്റലിസവും അതുപോലെ തന്നെ ഹിപ്നോസിസും. കരിയർ കൗൺസിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനർ ആണ് എങ്കിൽ ആ ട്രെയിനർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹിപ്നോസിസ്. അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹിപ്നോപീഡിയ എന്ന് പറയുന്ന, ഞാനിപ്പോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയാണ് ഹിപ്നോപീഡിയ. കുട്ടികളുടെ മെമ്മറി എൻഹാൻസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങള് ഹിപ്നോസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോബിൻ സാറേ? കാരണം എന്താ അറിയോ, ഞാൻ ധരിച്ചു വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്കിലല്ലേ എനിക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മാത്യു സാറ് സർ നേരത്തെ പറഞ്ഞ ടേം ഹിപ്നോപീഡിയ അല്ലേ? ഹിപ്നോപീഡിയ. ഹിപ്നോസിസിന്റെ പല മേഖലകളുണ്ട്. ഹിപ്നോപീഡിയ എന്ന് പറയുന്നത് കുട്ടികളുടെ മെമ്മറി എൻഹാൻസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ഹിപ്നോ തെറാപ്പി നമുക്കറിയാലോ, കൗൺസിലിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഹിപ്നോസിസ്, സ്ട്രീറ്റ് ഹിപ്നോസിസ്. സ്റ്റേജ് ഹിപ്നോസിസ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് മേഖലയിൽ ഈ മെന്റലിസം രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പിന്നെ സ്പോർട്സ് ഹിപ്നോസിസ് ഉണ്ട്. സ്പോർട്സിൽ മികവ് തെളിയിച്ച ആളുകൾക്ക് അവരുടെ ട്രെയിനേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്ക് ട്രെയിനിങ് മേഖലയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയാണ് ഹിപ്നോ ഇല്ല, കാരണം ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഗൂഗിൾ നോക്കിയാലേ അറിയാനും സാധിക്കുന്നതാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഒരാളെ ഹിപ്നോട്ടൈസിലേക്ക് അല്ലെങ്കിൽ ഹിപ്നോസിസിലേക്ക് വിധേയമാക്കാൻ പറ്റുമെന്നാണ്? സാർ നമുക്ക് സജഷൻസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് ലൈറ്റും സൗണ്ടും എല്ലാം സെറ്റ് ചെയ്തിട്ട് സജഷൻസ് കൊടുത്തിട്ട് നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഹിപ്നോസിസിലേക്ക് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്രേറ്റ്. ഓക്കെ, ഇതിന് ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ 4 ഫങ്ഷൻസ്, അതായത് വേവ്സ് ഉണ്ടല്ലോ,
അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് വരുന്ന ബീറ്റ. ബീറ്റ ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഇതാണ് ബീറ്റ എന്ന് പറയുന്നത്. ഈ ബീറ്റ സ്റ്റേജിലുള്ള ഒരു വ്യക്തിയെ ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഹിപ്നോസിസ്. ഇത്രയേ ഉള്ളൂ, ഈ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ബീറ്റ സ്റ്റേജിലുള്ള ഒരു വ്യക്തിയെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ചില ആക്ഷൻസിലൂടെ ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അതാണ് ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസ് ആണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മൂന്നാമത്തെ ഇതാണ് തീറ്റ, ഡെൽറ്റ. ഡെൽറ്റയാണ് നമ്മളെ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയില്ല, നമ്മൾ ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണുന്ന അഗാധമായ ഉറക്കം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേജിൽ. ആ സ്റ്റേജിലേക്ക് എത്താതെ ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അവിടെ നമുക്ക് ആവശ്യമായ സജഷൻസ് കൊടുക്കലാണ്. അപ്പൊ അതിന് നമുക്ക് ആപ്റ്റായ ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതിന് എല്ലാവരെയും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഒട്ടുമിക്ക ആളുകളെയും നമുക്ക് അതിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചില സജസ്റ്റിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം ഇന്ന് പഠിക്കാൻ കഴിയില്ല. നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ഒന്ന് നോക്കിയാലോ? തിയറി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. തിയറി ഒക്കെ നമുക്ക് കാരണം ഒന്നാമത് തിയറി കേൾക്കുന്നത് തന്നെ നമുക്ക് ബോറാണ്. അപ്പൊ തിയറി ഒക്കെ നമുക്ക് മാറ്റി വെച്ച് കുറച്ച് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാം. റെഡി? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്, അറിയുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് ക്രോസ് ചെയ്യാവോ എല്ലാവരും കൂടി? ഓക്കെ, വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക കേട്ടോ, കാരണം എനിക്കിത് കാണണ്ടേ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി. ഓക്കെ, താങ്ക് യു. മറ്റുള്ളതിനെ പോലെ തന്നെ ഫാരിസ്, സത്താർജി, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ സത്താറിന്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി സാറായിരിക്കും. താങ്ക് യു. ഓക്കെ, ജസ്റ്റ് ഇതൊരു ടെസ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ കൈ ഇങ്ങനെ നോക്കിക്കോവോ, ചൂണ്ടുവിരൽ. ഓക്കെ, ചൂണ്ടുവിരൽ നമ്മുടെ മുഖത്തിന് നേരെ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, റൈറ്റ്. ഇനി എന്നെ നോക്കണ്ട, എന്നെ നോക്കാതെ ആ ചൂണ്ടുവിരലിന്റെ ടോപ്പിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യും. ചൂണ്ടുവിരല് 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഒന്ന് അകത്തി വെച്ചോളൂ ജോസഫ് സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ബാക്കി കൈകളെല്ലാം ടൈറ്റ് ആക്കിയിട്ട് ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ തന്നെ പിടിക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ബ്രീത്ത് എടുക്കുക. ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട്. ജസ്റ്റ് ഫോക്കസ് ആ വിരലിന്റെ അഗ്രഭാഗത്തേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യും. കണ്ണ് തുറന്നിട്ട് അത് എത്തിയിട്ട് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ആ 2 കൈവിരലിന്റെ അഗ്രഭാഗത്ത് ഒരു പവർഫുൾ മാഗ്നറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് മൈൻഡിൽ പറയുക, കം ക്ലോസർ, കം ക്ലോസർ. ആ വിരലുകൾ അടുത്ത് വരട്ടെ, അടുത്ത് വരട്ടെ, അടുത്ത് വരട്ടെ. അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു. ക്ലോസർ, 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 ക്ലോസർ. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ക്ലോസർ, കം 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 ക്ലോസർ. വെരി ഗുഡ് ജാവിദ് സാർ. കം ക്ലോസർ, കം ക്ലോസർ, കം ക്ലോസർ, കം ക്ലോസർ. ശരത് സാർ, ഫോക്കസ് ഫോക്കസ്. കം ക്ലോസർ, കം ക്ലോസർ, കം ക്ലോസർ, കം ക്ലോസർ. മാത്യു സാർ, അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. കം ക്ലോസർ, കം ക്ലോസർ, കം ക്ലോസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ഒന്ന് എന്താ ഫീൽ ചെയ്തേ? കൈ ഫ്രീ ആക്കി വെച്ചോളൂ. ടിപ്പില് ഭയങ്കര പ്രഷർ ഫീൽ ചെയ്തു. പ്രഷർ ഫീൽ ചെയ്തു അല്ലെ? ഇതാണ് നമ്മുടെ ഒരു ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഹിപ്നോസിസിൽ കൊടുക്കുന്ന ഒരു ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇനി നമ്മൾ കുറച്ച് ഡീപ്പ് ഇതിലേക്ക് പോകണം. എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ നമുക്ക്, ഇതെന്താ സംഭവം, എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോ നെക്സ്റ്റ് കൈ ഇങ്ങനെ തന്നെ വെച്ചോളൂ. ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കട്ടോ. ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് കണ്ണടക്കുക. ഈ വിരലിലൊക്കെ നമ്മൾ ഈ രണ്ടും ഒന്നിച്ച് പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് വിരലുകൾ അടുത്തേക്ക് വരാൻ ടെൻഡൻസി അല്ലാതെ തന്നെ ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. ഇനി ഇങ്ങനെ പിടിക്കും സാറേ.
കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ. ഇനി പതിയെ കണ്ണുകൾ അടച്ചോളും. പൂർണ്ണമായിട്ടും കണ്ണുകൾ അടച്ചിരിക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ വലത് കൈയിലേക്ക്, രണ്ട് കൈകളുടെയും ആ കൈകൾ കോർത്ത് പിടിച്ചത് മനസ്സുകൊണ്ടൊന്ന് കാണുക. കണ്ണടച്ചിട്ട് വിരലുകളുടെ ഷേപ്പുകളെല്ലാം ഒന്ന് കാണുക. വിരൽ കോർത്ത് പിടിച്ചത് മനസ്സിലാക്കുക. വിരലെല്ലാം കോർത്ത് പിടിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഞാനിപ്പോ നിങ്ങളുടെ വലത് കൈയുടെ മുകളിലൂടെ ഒരു ഫെവിക്വിക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഫെവിക്വിക്ക് നമുക്കറിയാം ഫെവിക്കോളിനേക്കാൾ ഏറ്റവും ടഫായ ഒരു പശയാണ്. ആ ഫെവിക്വിക്ക് നിങ്ങളുടെ വിരലുകളുടെ മുകളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാനും അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട്. ഇമാജിൻ ആ ഫെവിക്വിക്കിന്റെ രൂക്ഷഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഫെവിക്വിക്ക് ഒലിച്ചിറങ്ങുമ്പോൾ, വിരലുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുമ്പോഴുള്ള നേരിയ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ആ ഫെവിക്വിക്ക് നിങ്ങളുടെ വലത് കൈ, ഇരു കൈകളുടെ ഇടയിലൂടെ ഒലിച്ചിറങ്ങുമ്പോഴുള്ള ആ ചൂടും മറ്റും നിങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ വലത് കൈ ഒന്നിനോടൊന്ന് മറ്റു കൈയുമായിട്ട് അമർന്നിരിക്കുകയാണ്, ഒട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ വിരലുകൾ പൂർണ്ണമായിട്ടും പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ കൈകളെ പൂർണ്ണമായും കവർ ചെയ്യുന്ന തരത്തിൽ ഫെവിക്വിക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ആ ഫെവിക്വിക്ക് നിങ്ങളുടെ വലത് കൈകളുടെ മുകളിലൂടെ ഒലിച്ചിറങ്ങി കൈവെള്ളയിലും കൈ വിരലുകളിലും എല്ലാം കംപ്ലീറ്റ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ 10 വിരലുകളും ഒന്നിനോടൊന്ന് അമർന്നിരിക്കുന്നു, ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, സ്റ്റിഫായിരിക്കുന്നു. നിങ്ങൾ വിരലുകൾ അകറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതല്ല. നിങ്ങളുടെ വിരലുകൾ അകറ്റാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ വിരലുകൾ ടൈറ്റ് ആയിരിക്കുന്നു, ക്ലോസ് ആയിരിക്കുന്നു. അകറ്റാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ വിരലുകൾ ഒട്ടിപ്പിടിച്ചതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ എത്ര അകറ്റാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ വിരലുകൾ ഒട്ടിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ വിരലുകൾ അകറ്റാൻ ശ്രമിക്കും തോറും വിരലുകൾ ഒന്നിനോടൊന്ന് ലോക്കായതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. എത്ര നിങ്ങൾ അകറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. നിങ്ങളുടെ വിരലുകൾ പൂർണ്ണമായും ഒട്ടിച്ചേർന്നിരിക്കുകയാണ്, സ്റ്റിക്കായിരിക്കുകയാണ്. എത്ര അകറ്റാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ വിരൽ ലോക്കായിരിക്കുന്നു, പരസ്പരം ലോക്കായിരിക്കുന്നു. യെസ്, ഞാൻ ഈ സ്നാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരലുകളുടെ ആ ഒരു തിക്നെസ്, ആ ഒരു പശ പതിയെ നിങ്ങളുടെ വിരലിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. പതിയെ നിങ്ങളുടെ വിരലുകൾ അകറ്റി നോക്കൂ. നിങ്ങളുടെ വിരലുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. യെസ്, വെരി ഗുഡ്. വിരലുകൾ അകറ്റി നോക്കൂ. യെസ്, പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൈകൾ അകറ്റി നോക്കൂ. യെസ്, പൂർണ്ണമായിട്ട് നിങ്ങളുടെ വിരലുകൾ അകറ്റി നോക്കൂ. പൂർണ്ണമായിട്ടും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ വിരലുകൾ. മാത്യു സാർ, പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് ഇത് ഇപ്പോഴും എന്തായിട്ടില്ല, ഹിപ്നോസിസ് സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മൾ അവരെ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. ഇനി ഹിപ്നോസിസ് നമുക്ക് പറഞ്ഞു, ബീറ്റ ലെവലുള്ള ഒരാളെ നമ്മൾ നേരെ ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഹിപ്നോസിസ്. ബീറ്റ സ്റ്റേജിലുള്ള ഒരാളെ ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു സജസ്റ്റിബിലിറ്റി ടെസ്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ വിരലുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അവരോട് പരമാവധി അകറ്റി വെക്കാൻ പറയാം, മാക്സിമം. എന്നിട്ട് ഫോക്കസ് ചെയ്യാൻ പറയാം. ഓക്കെ, ഇനി കുട്ടികളെ നമുക്ക് നന്നായിട്ട് വണ്ടർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും, നമ്മുടെ മൈൻഡ് പവർ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോകാം. ഇവിടെ എല്ലാവരുടെയും ഇവിടെ ഒരു ലൈന് കണ്ട്, ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരു ലൈന് കണ്ടില്ലേ? ഓക്കെ സാറേ, ഓക്കെ. ഈ 2 ലൈനുകളും ഒന്ന് ഒരുമിച്ച് ചേർത്ത് വെക്കും. ഇതുപോലെ 2 ലൈനുകളും എന്ത് ചെയ്യുക, ചേർത്ത് വെക്കുക.
ചേർത്ത് വെച്ചിട്ട് കൈകളൊന്നുകൊണ്ട് ഒരു നമസ്തേ, ഒരു പെർഫെക്റ്റ് നമസ്തേ എന്ന് പറയും നോക്കി. ഇനി സെന്റർ ഫിംഗർ, നടുവത്തെ വിരൽ, രണ്ട് കൈയിന്റെയും നടുവത്തെ വിരലുകൾ നോക്കൂ. ഒന്ന് ചെറുതും ഒന്ന് വലുതാണോ? വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് ആകട്ടില്ല എങ്കിൽ ഒന്നുകൂടി ഒന്ന് വെച്ച് നോക്കുക, ലൈൻ ഒന്നും കൂടി വെച്ച് നോക്കുക. ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ, ഇങ്ങനത്തെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലേ, ഒരു കുഞ്ഞു മാറ്റം. ഓക്കെ, ഇനി മാറ്റം ഇല്ലാത്തവര് അയ്യോ എനിക്കെന്താ മാറ്റം വരാത്തതെന്ന് ബേജാറാവുന്നു വേണ്ട. ഏതെങ്കിലും ഒപ്പമായവരെന്ത് ചെയ്യുക, കൈ ഒപ്പമായവര് ഏതെങ്കിലും ഒരു കൈ മുന്നിൽ വെക്കുക. ചെറുതായ കൈ, ഇപ്പൊ ജോബിൻ സാറ് ചെറുത് എന്ന് പറഞ്ഞു, മാത്യു സാറ് പറഞ്ഞു, നമ്മുടെ കൈവിരൽ ഏതാണോ ചെറുതുള്ളത് അത് ഇങ്ങനെ പിടിക്കുക. കൈ ഫ്രീ ആക്കുക, ഇങ്ങനെ പിടിക്കുക. നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇങ്ങനെ പിടിക്കുക. ഒപ്പമായവർ ഏതെങ്കിലും ഒരു കൈ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, റെഡി. ഇനി നടുവത്തെ വിരലാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ നടുവത്തെ വിരലിന്റെ ടോപ്പിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഇനി എന്നെ നോക്കണ്ട. ഇനി ഒരു 2 തവണ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി മാക്സിമം കൈ സ്ട്രെച്ച് ചെയ്തിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് പറയാ ഗ്രോ 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 എന്ന് പറയാ. ആ വിരലിനോട് പറയാ ഗ്രോ, വളർന്നു വലുതാവട്ടെ, ഗ്രോ ഗ്രോ ഗ്രോ. കൈകളൊക്കെ മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് പറയാ ഗ്രോ 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 ഗ്രോ. എന്നെ നോക്കണ്ട, ആ വിരലിലേക്ക് തന്നെ നോക്കിയിട്ട്, ആ വിരലിലേക്ക് നോക്കിയത്, എന്നെ നോക്കരുത്, ആ വിരലിലേക്ക് നോക്കിയിട്ട് പറയാ ഗ്രോ ഗ്രോ ഗ്രോ. ഇമാജിൻ ചെയ്യാ വളർന്നു വലുതാവണം, ആ കൈ വളർന്നു വലുതാവണത്. നിങ്ങളുടെ എല്ലാ രക്തവും അതിലേക്ക് കൈകളിലേക്ക് വരട്ടെ, പമ്പ് ചെയ്തിട്ട് വരട്ടെ. ഈ കൈകള് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഗ്രോ 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 ഗ്രോ. ഓക്കെ, ഇനി നേരത്തെ വെച്ചതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. ആ ലൈൻ കറക്റ്റ് ആയിട്ട് വെച്ച് നോക്കൂ. എന്താ ഫീൽ? ഓക്കെ, ഇത് നമ്മുടെ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മുടെ കുട്ടികളെ കൈയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൈ പിന്നെ വിരല് വലുതാകെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്നതില് നമ്മൾ നോർമലി പറയുന്ന സമയത്ത് കൈകൾ ഇങ്ങനെയല്ലേ പിടിക്കുന്നുള്ളൂ. ഇവരോട് നമ്മൾ പിന്നീട് കമന്റ് പറയുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സജഷൻസ് എന്താ, നിങ്ങളെ കൈകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ മസിൽ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഇത് ഹിപ്നോസിസുമായിട്ട് യാതൊരു ബന്ധമില്ല. കൈകൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. പക്ഷെ പിള്ളേർക്ക് അറിയില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ കൈ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയാ ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങളുടെ രക്തമൊക്കെ കൈകളിലേക്ക് വരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളോട് വിരലിനോട് തന്നെ പറയൂ ഗ്രോ 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 എന്ന്, വളരെ എന്ന് പറയൂ എന്ന് പറഞ്ഞതിന് ശേഷം അപ്പൊ പിള്ളേരെല്ലാം കൂടി ഭയങ്കരമായ ശബ്ദത്തിൽ ബഹളത്തിലായിരിക്കും ഗ്രോ 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 എന്ന് പറയും. എന്നിട്ട് അവര് വെക്കുമ്പോ കൈകൾ എന്തായാലും വളർന്നു വലുതായിട്ടുണ്ടാകും. അതിൽ എക്സൈറ്റ്മെന്റ് ആയി നിൽക്കുന്ന കുറച്ച് പിള്ളേരെയാണ് നമ്മൾ ബാക്കി നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. അതിൽ നന്നായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ല, വളർന്നിട്ട് ഒരു വണ്ടറായി നിൽക്കുന്ന ആളുകള്, അവരാണ് ഗുഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അവരെ വെച്ചിട്ട് നമുക്ക് ബാക്കി ആക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് ഹിപ്നോസിസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ഇപ്പൊ ഹിപ്നോ തെറാപ്പിയിലാകുമ്പോൾ, കൗൺസിലിങ്ങിന് ഹിപ്നോ തെറാപ്പിയിലാകുമ്പോൾ ഈ പറയപ്പെടുന്ന സജസ്റ്റിബിലിറ്റി ടെസ്റ്റുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവര് നീഡി പേഴ്സൺ ആണ്, അല്ലെ? അവരുടെ പ്രശ്നവുമായിട്ട് വരുന്ന ആളുകളാണ്. നേരെ മറിച്ച് നമ്മൾ ട്രെയിനേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിന് വരികയാണെങ്കിൽ അവർ പലപ്പോഴും ചിലപ്പോ ഹിപ്നോസ് എന്താണ്, അല്ലെങ്കിൽ ഒരു പേടിയോട് കൂടി പിന്നെ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ആദ്യം നേരത്തെ കാണിച്ച പോലെ ഒരു മെന്റലിസത്തിന്റെ ഒരു ഷോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്ടിവിറ്റി കൊടുക്കാൻ സാധിക്കും. ഇനി വീണ്ടും നമ്മൾ മെന്റലിസത്തിലേക്ക് വരെ പോകാം. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് എന്തൊക്കെ ഒരു മെസ്സേജ് കണക്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വെരി ഗുഡ് സാറ് ചോദിച്ചത് നല്ല ചോദ്യമാണ്. ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റി പിന്നെ പറയുമ്പോ
നമ്മൾ പറയാറുണ്ട്, കുട്ടികൾ പറയാറുണ്ടല്ലോ, പഠിച്ചിട്ടും നമ്മുടെ പിള്ളേർ പറയാറുണ്ട്, പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പഠിച്ചൊക്കെ മറന്നു പോവുകയാണ്, എന്നെ കൊണ്ടൊന്നിനും സാധിക്കുകയില്ല, അല്ലെ? ഇത് പറയുന്ന ആളുകളോട് പറയണം, ഇതൊക്കെ നമ്മുടെ മെന്റൽ ബ്ലോക്കുകളാണ്. നമുക്ക് പെൻസിലൊക്കെ ഒരു വിരൽ കൊണ്ട് മൈൻഡ് പവർ കൊണ്ട് പൊട്ടിക്കാറില്ലേ? അതറിയില്ലേ? സാധാരണ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ. ഒന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഉള്ള ഒരു പെൻസിൽ എടുക്കുക, സിമ്പിൾ ആയിട്ട് ഇന്ന് തന്നെ വീട്ടിൽ ആരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചോള്. തീർച്ചയായിട്ടും പറ്റും. ഫുൾ പെൻസിൽ ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ പൊട്ടിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു പെൻസിൽ എടുക്കുക, ഫുൾ പെൻസിൽ എടുക്കുക. പെൻസിൽ എടുത്തിട്ട് ആദ്യം പിള്ളേരോട് ചോദിക്കുക, ഈ പെൻസിൽ ഏതൊക്കെ തരത്തിൽ പൊട്ടിക്കാൻ പറ്റും, ആർക്കൊക്കെ പൊട്ടിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുക. അപ്പൊ പിള്ളേരെല്ലാവരും പെൻസിൽ അല്ലേ, എനിക്ക് പൊട്ടിക്കാൻ പറ്റും, എങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നത്? അപ്പൊ അവർ പറയും, ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും, ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും, പല രൂപത്തിൽ പൊട്ടിക്കാൻ പറ്റുന്നത്. എന്നിട്ട് അതിൽ പറയുന്ന ഒരാളെ വിളിക്കുക, ഒരുത്തരെ വിളിക്കുക, സ്റ്റേജിലേക്ക് വിളിക്കുക. എന്നിട്ട് അവന് നോർമലി എന്താണ്, ഈ പെൻസിൽ ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും വരിക. അവനോട് പറയാം, അങ്ങനെയല്ല പൊട്ടിക്കേണ്ടത്, നമ്മുടെ പൊട്ടിക്കൽ എന്താണ്, ഒരു വിരൽ കൊണ്ടാണ്. അതോട് കൂടിയിട്ട് അവൻ ഡൗൺ ആയിട്ടുണ്ടാവും, അല്ലെ? അപ്പോ നോർമലി ഇത് എന്ത് ചെയ്യാൻ പറ്റും, അവര് വരുന്ന സമയത്ത് തന്നെ ഒരു മെന്റൽ ബ്ലോക്ക് അവിടെ കിടന്നുണ്ടാവും. അയ്യോ, ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്. അത് സിമ്പിൾ അതാണ്. അപ്പൊ അവരെ പറയാ, നിന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയാ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, +2 കുട്ടിയോട് പറയാം എന്തൊക്കെ തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെല്ലാം ഈ ഒരു പെൻസിലിലേക്ക് ആവാഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിർത്തുകയാണ്. നമ്മളെ കയ്യിലാണ് ഈ പെൻസിൽ പിടിക്കുന്നത്. അപ്പോ നമ്മളെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ നമ്മളെ വിരല് ഇങ്ങനെ പിടിക്കാൻ പറയും. പിടിച്ചിട്ട് ഒരു 4-5 തവണ, സിമ്പിൾ ആണ് കേട്ടോ, ഇതൊന്നും ഹിപ്നോസിസുമായിട്ട് യാതൊരു ബന്ധമില്ലേ. എന്നിട്ട് അവരോട് എന്ത് ചെയ്യുക, 4 തവണ ബ്രീത്ത് എടുത്തിട്ട് നിന്റെ എല്ലാ പവറും ഇതിലേക്ക്, നമ്മൾ നേരത്തെ കൈ സ്ട്രെച്ച് ചെയ്തില്ല, അതുപോലെ തന്നെ കൈയുടെ എല്ലാ പവറും ഈ വിരലിലേക്ക് കൊണ്ടുവരാൻ പറയും. മാക്സിമം പവർ കൊടുത്തിട്ട് ഇതൊരു ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ണടച്ചിട്ട് ചെയ്യാൻ പറയാ. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് അവന്റെ കയ്യിൽ പെൻസിലിന് വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനോട് കുട്ടിയോട് പറയാ, ഓപ്പൺ ചെയ്യാൻ പറയാ, കണ്ണ് തുറക്കാൻ പറയാ, നിന്റെ മുന്നിലെ പ്രതിസന്ധിയാണ് വെട്ടങ്ങ് വെട്ടാൻ പറയാ. പെൻസില് 2 കഷ്ണായി മുറിഞ്ഞിട്ടുണ്ടാവും. ഷുവറാണ്. ഇന്ന് തന്നെ നമ്മുടെ ഇത് കേൾക്കുന്ന ആൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുക. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഇതാണ്. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കൈകളും നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയുമായിട്ട് കൊടുക്കാൻ പറ്റും. അവരെ വളരെ പെട്ടെന്ന്, ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പേപ്പറിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, സാറ് പറഞ്ഞ ഗ്രൂപ്പിൽ പേപ്പർ കയ്യിൽ വെക്കാൻ പറഞ്ഞിരുന്നില്ലേ? സമയം ഉണ്ടോ, എടുത്തു വെച്ചിട്ടുണ്ടോ? ഇത് സത്യം പറഞ്ഞാല് ഞാൻ ഇത് പഠിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങളെ. ഇത് ഞാൻ റിവീൽ ചെയ്യാണ്, കാരണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും സത്താർജി 2 പേപ്പർ എടുക്കുവോ? പേപ്പർ ഉള്ളവര് ഇത് നിങ്ങൾ പഠിക്കണം, ഇപ്പൊ തന്നെ പഠിച്ചു പോവാണ്. പേപ്പർ ഉള്ളവരൊക്കെ എടുത്തോളൂ. വേണ്ട, 2 ഫുൾ പേപ്പറാണ്. അതായത് എങ്ങനെ കട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ സാധാരണ പത്രം പിടിക്കുന്ന രൂപത്തില് കാണുന്നില്ലേ? ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തോളൂ. നേരെ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്യും. വലിയ പീസ് ഒന്നും വേണ്ട. വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ, നമ്മുടെ സമയങ്ങളൊക്കെ നഷ്ടമല്ലേ? അതെ അതെ അതെ, അങ്ങനെയല്ല സാറേ. നമ്മൾ സാധാരണ ഓക്കെ 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 ഓക്കെ, ഇത്ര ഇത് വേണ്ട, ഒന്നും കൂടി. ഓ മതി മതി മതി. ഓക്കെ, ഇങ്ങനത്തെ ഒരു പീസ് കിട്ടിയില്ലേ? ഓക്കെ ജോബിൻ സാർ, ഓക്കെ. ഇനി അടുത്ത പേപ്പറിന്റെ കട്ട് ഇതേ തന്നെയാണ്. പേപ്പർ ഇങ്ങനെയാണ് വരേണ്ടത്. അടുത്ത പേജ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത പേജ് ഇങ്ങനെ വരണം. അടുത്ത കട്ടിങ് രണ്ട് പീസ് വേണം. ഏകദേശം ഈ ഒരു വലുപ്പമുള്ള മതി. പക്ഷെ അതിന്റെ എഴുത്ത് ഇങ്ങനെയാ വരേണ്ടത്. എഴുത്ത് ക്രോസ് വരണം അല്ലേ? ക്രോസ് വരണം. ഷേപ്പൊന്നും ആവണമെന്നില്ല. തർജി ഓവർ വലിപ്പം വേണ്ട കേട്ടോ. ഏകദേശം നമുക്ക് ചെയ്ത് പഠിക്കാനുള്ളത് ഏകദേശം ഈ ഒരു സൈസിലും മതി.
ഓക്കെ ഓക്കെ ആ ശരത് സാറേ ഓക്കെ യെസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ. ഇനി ഇത് ഞാൻ ഷോ ചെയ്യുന്നില്ല. ഷോ ചെയ്യണമെങ്കിൽ എന്റെ മുന്നിൽ ഒരാൾ വേണം, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഡയറക്റ്റ് പഠിപ്പിക്കണം. ഇപ്പൊ 2 പേപ്പർ നിങ്ങളെ കയ്യിലില്ലേ? ഓക്കെ ഓക്കെ. ഇതില് ക്രോസ് അല്ലാത്ത പേപ്പർ ഇല്ലേ, ഈ നീളത്തിലുള്ള പേപ്പർ, അത് മാത്രം എടുക്കാവോ? ഓക്കെ 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 ഓക്കെ. ഇനി ഇങ്ങനെ മടക്കൊന്നും വേണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് എന്ത് ചെയ്യാന്നറിയാം, കണ്ടോളൂ. അതൊന്ന് സെന്റർ കീറുക, ചിന്തിക്കോളൂ. നേരെ ഇതാ കീറുമ്പോ കറക്റ്റ് ആയിട്ട് ചിന്താൻ പറ്റുന്നില്ലേ? ഓക്കെ, ആണ് ചിന്തിക്കോളൂ. സത്താജി ആണ് ചിന്തിക്കോളൂ. ഓക്കെ, എളുപ്പമാണല്ലോ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഒന്നും കൂടി അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തോളൂ. ഒന്നും കൂടി ഓക്കെ. ഇനി അത് മാറ്റി വെച്ചോളൂ, ആ പേപ്പർ മാറ്റി വെച്ചോളൂ. ഇനി ഈ പേപ്പർ എടുക്കുക, ക്രോസിൽ ഇതുപോലെ ക്രോസിൽ എടുത്തത്. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ പിടിക്കും. പ്രദീപ് കുമാർ സാറെ കഴിഞ്ഞില്ലേ? ആദ്യത്തത് കഴിഞ്ഞില്ലേ? സുബൈദ മാം വലിയ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ചില്ലേ? ഇനി എന്റെ കണ്ണുക്ക് തന്നെ നോക്കിയേ. സത്താർജി കഴിഞ്ഞില്ല? സെക്കൻഡ് പേപ്പർ എടുക്കുള്ളൂ. സെക്കൻഡ് പേപ്പർ എന്റെ കണ്ണുക്ക് തന്നെ നോക്കേട്ടാ. 1 2 3. ഇനി നിങ്ങള് ഈ പേപ്പർ ചീന്തി കഴിഞ്ഞാല് ആദ്യത്തെ പേപ്പർ കറക്റ്റായി ചീന്തിയതുപോലെ എന്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനത്തെ പേപ്പർ പിടിക്കുക. 1 2 3. നിങ്ങൾക്ക് അത് ചീന്തുമ്പോ സൈഡിലേക്ക് പോകുന്നതാണ്. ഒന്ന് ചീന്തി നോക്കൂ. ചീന്തിക്കോളൂ. സാധിക്കൂല, എത്ര ശ്രമിച്ചാലും പറ്റൂല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധിക്കൂല. യെസ്, സൈഡിലേക്ക് പോകുന്നതാണ്. ട്രൈ ചെയ്യൂ. പറ്റൂല. യെസ്, സരദാർ പോയിക്കോട്ടെ, സൈഡിലേക്ക് പോയിക്കോട്ടെ, സൈഡിലേക്ക് പോകൂ. ഇനി ഈ സൈഡ് എടുത്തോളൂ. അതാ ജോസഫ് സാറേ, ഇതാ ജോബിൻ സാർ. ഇനി ഈ സൈഡ് ഇങ്ങനെ മാറ്റി പിടിച്ച് നോക്കും. അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് നോക്കും. പറ്റൂല. ഞാൻ പറയാതെ പറ്റില്ല. ഓക്കെ, യെസ്. ഹലോ, മനസ്സിലായോ? എങ്ങനെയാ സജഷൻസ് 1. ഓക്കെ, നെക്സ്റ്റ്. ആ പേപ്പറിന്റെ പ്രോപ്പർട്ടി അങ്ങനെയായിരിക്കാം. ലെങ്ത് വൈസ് കയറുന്നതാണ് എപ്പോഴും, അല്ലെങ്കിൽ ആ പേപ്പർ ലെങ്ത് വൈസ് കയറുന്ന തന്നെയാണ്. സജഷൻസുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഇതിന്. ഓക്കെ, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഈ പേപ്പർ രണ്ട് പേപ്പർ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സാധനം വർക്ക്ഔട്ട് ചെയ്തത്. എന്റെ അടുത്ത് ഒരാളിൽ ഇത് ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, എന്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 പേപ്പർ എടുക്കുന്നത്. ഓക്കെ, അപ്പോ 2 പേപ്പർ എടുത്തിട്ട് ആദ്യത്തെ പേപ്പർ നമ്മൾ സാധാരണ എടുക്കുക. അത് കിട്ടിയില്ലേ? നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുന്ന പോലെ ഒരു പീസ്. സത്താർജി ഒന്ന് കാണിച്ചു തരൂ. അതൊന്ന് ചെയ്തിക്കോളൂ. അത് കണ്ടില്ലേ? സത്താർ അതാ കറക്റ്റ് ആയിട്ട് പിന്നെ കീറാൻ പറ്റുന്നുണ്ട്. കാരണം ആ പേപ്പറിന് പ്രത്യേകത. ഓക്കെ, ശരദ്ജി ഓക്കെ അല്ലേ? ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കീറാൻ കഴിയും. അപ്പൊ ഇങ്ങനത്തെ നമ്മള് സ്പെക്ടേറ്ററിന് മുന്നിലേക്ക് വരുമ്പോ നമ്മള് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ പോക്കറ്റ് ഇടുന്നു. എന്നിട്ട് അവരോട് നമ്മൾ പറയാണ് ജസ്റ്റ് 2 പേപ്പർ കാണിച്ചു കൊടുക്കുക. രണ്ടും അവർക്ക് ഇതെല്ലാം നമുക്കെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തോന്നല്ലേ അവനത് ഈ 2 പേപ്പറിന്റെയും കട്ടിങ് അല്ലേ? അപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആദ്യം ഈ പേപ്പർ അവർക്ക് കൊടുക്കാൻ പറയാം. എന്നിട്ട് അവരോട് പറയാ ഇത് നിങ്ങൾ കട്ട് ചെയ്യുമെന്ന് പറയും. അപ്പൊ അവരത് കട്ട് ചെയ്യുന്ന ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് 2ാമത്തെ പേപ്പറിലാണ് നമ്മൾ മാജിക് വരുന്നത്. 2ാമത്തെ പേപ്പർ ഇതാണ്. ഈ പേപ്പർ അവരോട് ചെയ്യുന്നതിന് മുമ്പ്, അത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ട്രൈറ്റ് ആയി. ഇനി നമ്മുടെ ഇതാണ് ആക്ടിങ് ആണ്.
ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ അവരോട് കണ്ണിട്ട് നോക്കാൻ പറയാ, ഷേക്ക് ഹാൻഡ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു 4-5 തവണ ബ്രീത്ത് എടുക്കാൻ പറയാ, എന്റെ കണ്ണുക്ക് തന്നെ നോക്കണം എന്ന് പറയാ, എന്നിട്ട് പറയാ ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പേപ്പർ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് കീറാൻ സാധിക്കുന്നില്ല, ഞാൻ സ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ സ്നാപ്പ് ചെയ്യുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കീറാൻ കഴിയില്ല എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞിട്ട് അവരോട് ഇത് കട്ട് ചെയ്യാൻ പറയാം. കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടോ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഈ സൈഡിലേക്കാണ് പോവുക, അവര് പിന്നെ ഈ സൈഡ് നിൽക്കും, ഈ സൈഡ് നിൽക്കുമ്പോഴും ഇതിലേക്കാണ് പോവുക, ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. അവരെ നമ്മളെ സ്പെക്ടേറ്റിന് ഓഡിയൻസിനൊക്കെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലുള്ള ഒരാളെ 1-2 ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇൻ കേസ് മാറിപ്പോയി കഴിഞ്ഞാല്, ഇൻ കേസ് മാറിയാല് നമുക്ക് അവിടെ ഒന്ന് പതറാൻ പാടില്ല, നേരെ ഇങ്ങോട്ടേക്ക് മാറ്റാം അല്ലെ. അപ്പൊ നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ ഏറ്റവും നല്ലത് മാറി പോവാതിരിക്കലാണ്. മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാവില്ല. ഓക്കെ, ഈ പേപ്പർ എത്ര ചെയ്ത് കഴിഞ്ഞാലും അല്ലെ ഇത് ശരിയാവുന്നില്ലല്ലോ, ഒന്നും കൂടെ ഇത് കംപ്ലീറ്റ് അവനെ കൊണ്ട് പിന്നെ അഥവാ തെറ്റിക്കഴിഞ്ഞാൽ, പേപ്പർ മാറിക്കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ മറ്റേ പേപ്പർ കൊടുത്തിട്ട് പറയാം, ഇത് നിനക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സജഷൻസ് കൊടുക്കുക, വേഗം അവിടുന്ന് രക്ഷപ്പെടുക. ഓക്കെ, മാറി പോവാതെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ സാറേ, ഈ ആദ്യം ഈ എന്താ പറയാ, തിരിച്ചു ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. ആദ്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ കാണിച്ചിട്ട്, ഇപ്പൊ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്, 1 2 3 ട്രാൻസ്ഫോം ചെയ്യുക, എന്നിട്ട് കീറുമ്പോ കറക്റ്റ് ആയിട്ട് വരുന്നു. അതല്ലേ കുറച്ചുകൂടി എഫക്റ്റീവ് ആവാം. അതല്ലേ കുറച്ചും കൂടി എഫക്റ്റ് ആവുമ്പോൾ